ഹലോ, ഇന്നേ ഞാനും മാളി ചേച്ചിയും കൂടെ മാളേജിയുടെ കൂട്ടുകാരി ചേച്ചി, അതായത് എത്ര വർഷം ഫ്രണ്ട്ഷിപ്പാണ് മാളി ചേച്ചിയും കൂടെ? 14 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിൽ. അപ്പോൾ ആ ചേച്ചി എന്തോ ട്രെയിനിൽ പോയപ്പോൾ എന്തോ കാലെന്തോ സ്ലിപ്പായിട്ട് ഫ്രാക്ചർ ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഹോസ്പിറ്റലിൽ. അപ്പോൾ പുള്ളിക്കാരത്തി കാണാൻ വേണ്ടി ഞങ്ങൾ പോവാം. ഭയങ്കര ചൂടാണ് ഗൈസ്, ഇവിടെ ഒരു രക്ഷയേ ഇല്ല. അവിടെ ആണെങ്കിൽ നല്ല തണുപ്പും, പിടിച്ച് നിൽക്കാനേ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. പിന്നെ മാളീച്ചുണ്ട് എൻ്റെ കൂടെ, ഞാനും മാളി ചേച്ചിയും കൂടെ പോകുന്നത്. ഇന്ന് ഫുള്ള് മാളിച്ച ചിലവാണ്. നമ്മളിന്നൊരു പൊളിക്കും. ഞാൻ പറയാൻ പറ്റില്ല, ഞാൻ മുടി ആ ചേച്ചിയെ പോലെ എനിക്ക് തോന്നിയത്. മാളേച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു ചേച്ചി ഉണ്ട്, ലക്ഷ്മി ജോ എന്ന് പറഞ്ഞത്. പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ കാണാൻ സെറ്റ്, ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ. അപ്പോൾ ആ വീഡിയോയെ പറ്റിയ മാളി ചേച്ചി ഇങ്ങനെ കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്, ബസ് വേണം. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അതൊക്കെ എന്നെ നോക്കുന്നുണ്ട് ഞാൻ എന്താണ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് അറിയില്ല, നോക്കാം. മാളേജിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി പറ. നമ്മുടെ സ്ഥലം കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് അകത്തോട്ട് കയറിയാൽ മതി, അതാണ് ഞങ്ങളുടെ സ്ഥലം. അവിടെ നിന്ന് ഒരു 4ാമത്തെ വീട് വരുന്നുണ്ട്. നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ടാണ് പത്തനാപുരത്ത് പോകുന്നത്. ഇവിടെ തലയിൽ മേടിച്ചുകള് ചിരിക്കുന്നത് കണ്ടിട്ട് നമ്മളിപ്പോൾ ബസ്സിൽ പോവാം. പിന്നെ ഞങ്ങൾ പത്തനാപുരത്ത് വന്നു. പത്തനാപുരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു മെയിൻ ടൗൺ ആണ് കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും ഒരാളെ ഹോസ്പിറ്റലിൽ കാണാൻ പോലെ, അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണല്ലോ. അപ്പോൾ മാളിച്ചേച്ചി അവിടെ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാറ്. ഇങ്ങനെ വെയിലാണെങ്കിൽ കഴിഞ്ഞപ്പോഴും നമുക്ക് പറ്റിത്തരും. നമ്മളെന്തൊരു പൊള്ളിപ്പോകുന്നൊരു ഫീലാണ് നമുക്ക്, അതേപോലക്ക് ചൂട്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇവിടെ നോക്കിയപ്പം ഈ സ്കൂട്ടറുകാർ ചേച്ചി ഓരോ ഓട്ടോക്കൂടെ എന്തോ ഇടി ഉണ്ടായി. ജസ്റ്റ് എവിടെ തട്ടി എന്തേ ഉള്ളൂ. പിന്നെ അവർ തമ്മിൽ ഭയങ്കര അടി. നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ട് വന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞ മാളേച്ചോട് നമുക്ക് കുറച്ചവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുക, ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും തൊണ്ടായാലെന്ന് കരുതിട്ട്. പക്ഷെ എങ്കിൽ സമ്മതിച്ചില്ല. പിന്നെ കേട്ടെ ആളുമായിട്ട് നമുക്കിങ്ങ് പോരാം. മുടിഞ്ഞ വെയിലാണെന്ന് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നേന്. എനിക്ക് ഈ അടി ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിലെങ്ങനെ തന്നെയാ, ഒരാൾ അടി ഉണ്ടാക്കുന്നത് കണ്ട് നിന്ന് ആസ്വദിക്കും. പക്ഷെ അത് എനിക്കാണെങ്കിൽ ആരെങ്കിലും ആസ്വദിക്കുന്ന കണ്ട എനിക്ക് കുത്തും. രസം കേട്ടോ, മാറി നിന്ന് ചിരിക്കാന്. പക്ഷെ അത് കാര്യത്തിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മറിഞ്ഞ് മാറ്റും. വഴി മാറിപ്പോയി, നീ മൊണ്ണയുടെ കൂടെ വന്നതാ. പിന്നെ നമ്മൾ ഫൈനലി EMS ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ EMS ഹോസ്പിറ്റലിൽ കാണുന്നതും അറിയുന്നതും, എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വഴി കണ്ടുപിടിക്കാൻ ഞങ്ങൾ പെട്ടു. അടുത്തുള്ളൊരു അപ്പൂപ്പനോട് ചോദിച്ചിട്ടാണ് പറഞ്ഞു തന്നേ ഇവിടെയാണ് വഴിയെന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ 2 സെക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ കാഷ്വാലിറ്റിയും മറ്റ് ഫ്രണ്ട് സൈഡും. അപ്പോൾ ഇതുവഴി കയറണമെന്ന് ഒരു ഐഡിയയിലായിരുന്നു, കാരണം ഇതുവഴി കയറിയിലാണ് സ്ഥലത്തെത്തുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചേച്ചീൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പം റൂം നമ്പർ ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫൈനലി കണ്ടെത്തി, അടുത്തുള്ള സെക്ഷനിലൊക്കെ ചോദിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ, അവർ തമ്മിൽ ഭയങ്കര ഇമോഷണലായി. ഞാൻ പറഞ്ഞില്ലേ, ഇവർ 14 years ഫ്രണ്ട്ഷിപ്പാണ്. അത് പറഞ്ഞില്ലേ, എൻ്റെ ചെറിയ ഒരു പ്രായം തൊട്ട് ഞാൻ ഇവരെ കാണുന്നു. ക്രിസ്റ്റേജി ആയാലും മാളേച്ചി ആയാലും ഭയങ്കര കമ്പനി, എന്നോടും ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി വളരെ ക്രിസ്റ്റേച്ചി ഇത് ഫുഡ് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത്, ഏകദേശം 2 hours ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ക്രിസ്റ്റേച്ചിയുടെ ഫ്രണ്ടാണ്. പിന്നെ ചേച്ചീനെയും ബൈയാക്കി. പിന്നെ ഞങ്ങൾ പാർച്ചേച്ചീനെയും കാണാൻ പോയി, പാർച്ചേച്ചിയുടെ ഓഫീസിൽ പോയി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ തിരിച്ച് ഞാൻ മാളിച്ചേച്ചി എന്നെ പൊരിഞ്ഞ വെയിലത്ത് നടത്തിയിട്ട് പാൻറ്റേരിയെ കൊണ്ടുവന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞില്ല, പൊള്ളി പോകുന്ന ചൂടാണ്. വളരെ ചൂടുണ്ട്. മാളേജ് എനിക്ക് നല്ല വാങ്ങിച്ച് ഫുൾ ചിലവ് മാളേജിലാണ്. നോക്കാം എന്താ ഓർഡർ ചെയ്യാം. മാളേജിലെ കാശ് ഇങ്ങനെ കളയാം. പക്ഷേ വലുതായിട്ടൊന്നും കഴിയാൻ. ഓൾറെഡി ഞങ്ങൾ ക്രിസ്റ്റേച്ചിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫുഡ് തന്നായിരുന്നു, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറഞ്ഞതാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, മുതലാക്കണ്ടേ. രണ്ട് മിനി പല്ലിയും പിന്നെ ഒരു പൊട്ടറ്റോ വെഡ്ജസും പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കൊള്ളാമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മിനി ഫലൂഡ വന്നു. പിന്നെ അതേപോലെ പൊട്ടറ്റോ വെഡ്ജസ് വന്നു. ശരിക്കും പറഞ്ഞാൽ ലോഡഡ് ഫ്രൈസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ പൊട്ടറ്റോ വെഡ്ജസ് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ പറഞ്ഞു അത് ഇട്ടുപോയി എന്ന് പറഞ്ഞു. പിന്നെ ഇത് ഒരുപാടായാലും വേസ്റ്റ് ആവില്ലേ. പിന്നെ
പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടുന്ന് ATM കയറണമായിരുന്നു. ATMലൊക്കെ കയറി തിരിച്ച് ബസ്സിലൊക്കെ കയറിയിട്ടുണ്ടല്ലോ. ഞാനാണെങ്കിൽ എൻ്റെ കഷ്ടകാലത്ത് ഞാൻ പോയിരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. വെയിലടിച്ച് ഞാൻ ഒരു പരുവായെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകും. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് ഇരിക്കാനും താല്പര്യമില്ല. ഞാൻ അവിടെ ഇരുന്നങ്ങ് സൂചിക്കാം. അതിൻ്റെ ഇവിടെ നല്ല ഓൾഡ് മെലഡി ആയിട്ടുള്ള സോങ്സും കൂടെ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു.